ഹലോ ഗൈസ്, അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി. ഇനി നമ്മുടെ പ്ലാൻ എന്തിനാ? വെള്ളിയാഴ്ച പിന്നെ ഗേറ്റ് ഓഫ് ഇന്ത്യ, താജ് ഹോട്ടല്, പിന്നെ ബീച്ചിൽ പോയി കൊടുത്തിട്ട് ഓക്കെ. ഞാൻ റെഡിയായി. എങ്ങനെയുണ്ട് ഇപ്പോൾ? ഞാൻ പാടെ ഒരു വെൽത്ത് ഷർട്ട് ഇട്ടുണ്ടായി, അത് ചേഞ്ച് ആക്കി. ഈ ഷർട്ട് എങ്ങനെയുണ്ട്? നിങ്ങൾ ചെല്ലി ഇഷ്ടപ്പെട്ടോ? കമന്റ് ഇട്. ആ ഷർട്ട് നമ്മളെ നൗഷ മുത്തിട്ട് ഓയോ ഏത് കൊറിയൻ ടച്ച് എന്നോന് ഓന് ഉപ്പ് ലുഹ നിസ്കരിക്കുന്ന തോന്നുന്നു. ഇത് ഞമ്മ അങ്ങനെ ടാക്സിയിൽ കയറി ഞങ്ങൾ പോകുന്നുണ്ട്. റൂമിൽ നിന്ന് ഇങ്ങി ടാക്സിയിലേക്ക് കയറി നമ്മ പോകുന്നത് ചരിത്രം കുറിക്കുന്ന ഒരു മക്കാമാണ് നമ്മളുള്ള. അല്ല നമ്മ അവിടെ പോയിട്ട് നമ്മ നോക്കാം അല്ലേ എങ്ങനെ ഉണ്ട് നമ്മൾ കാണിച്ചു തരുന്നതാണ് നിങ്ങൾക്ക്. കടലിൽ നടുവിൽ പറയുന്നുണ്ട് ടാക്സിക്ക് 150 ഞങ്ങൾ കുറെ 100 രൂപ മതിയല്ലേ റൂട്ടിൽ പോകുമ്പോ കുറച്ചിങ്ങനെ കണ്ണാണിക്കാണ്. കടലിന്റെ നടുവിലല്ല, സൈഡിൽ തന്നെ കുറച്ച് കടലുള്ളത്. നാച്ചേരി ദർഗന്റെ ഉള്ളിൽ കേറിയിട്ട് കുറെ മാർക്കറ്റും പിന്നെ കുറെ ഇതുമായിരിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ സീരനിയും പിന്നെ നോർമലി കേറിയിട്ട് നമുക്ക് ഇങ്ങനത്തെ പുട വിരിക്കുന്നതും സന്തൻ്റെതും പിന്നെ എല്ലാം നോർമലി എന്തെല്ലാം ദർഗന്റെ അതെല്ലാം ഉണ്ട് ഇവിടെ. ഫുള്ള് ഇതോ നമ്മൾ പോകുന്നുണ്ട് സെറ്റായിട്ട്. ഇതാ ഒരു ഹോട്ടലുണ്ട്, എല്ലാം ഉണ്ട് ഇവിടെ. നിങ്ങൾക്ക് പട്ടിണിയാവല്ലോ എന്തെങ്കിലും ചായ കുടിക്കുന്ന ഇവിടെ. ഉള്ളിൽ കുറച്ച് നടക്കാണ്ട് ഹോട്ടലിലേക്ക് നമ്മൾ കയറി. ബ്ലാക്ക് ടീയും ചപ്പാത്തിയും മട്ടനും മലയാളികളുടെ ഹോട്ടൽ തന്നെ, തലശ്ശേരിക്കാർ ഹോട്ടല്. അത് ഇപ്പൊ ബിരിയാണി കയറാ ഉച്ചക്കരാ കീമവും കറിയും ചപ്പാത്തിയും എല്ലാം വാങ്ങി കയറി കഴിച്ച്. വന്നതും കണ്ടില്ല, പോയതും കണ്ടില്ലല്ലോ. സാപ്പിന് ഭയങ്കര ലൈറ്റ് ആയിരുന്നു തോന്നുന്നു. ബൈക്കുമ്പോ എന്തും പോകുന്നില്ല. അങ്ങനെ മോള് വല്ല കടിക്കുന്ന തന്നെ സുന്ദരാ വലിയ ഇളകാക്കി ഇത്ര നേരം തോന്നുന്നു. ഉപ്പൊക്കെ ഫുള്ള് ഇഷ്ടപ്പെട്ടല്ലോ. പോയത് ആജേലി ടീ സ്റ്റോൾ പറഞ്ഞിട്ട്. ഇതാണ് ഈ ഏരിയയിൽ നല്ല അത്ര വൃത്തിയൊന്നുമില്ല. ഇത് ഫുള്ള് കച്ചറായിട്ടുള്ളത്. ഞങ്ങൾ അങ്ങനെ ഇതിനുള്ളിലായിട്ട് ഇങ്ങനെ വന്ന് ഇതിൻ്റെ ഉള്ളിൽ വരുമ്പോഴെല്ലാം കുറെ മാർക്കറ്റ് ഉണ്ട്. അങ്ങനെ എത്തുമ്പോ ഇതാ ഇതൊരു കടലിന്റെ നടുവിലാണ്. ഇതാ ദിസ് ഇസ് മുംബൈ സിറ്റി ഗൈസ്. എങ്ങനെയുണ്ടോ ഇവിടെ ഇങ്ങനെ സിറ്റി? ഇറിപ്പതാ കടലിന്റെ നടുവിലായിട്ടാണ് ഈ ദർഗ വരുന്നുള്ളത്. നൗഷ 10 മിനിറ്റ് ഉണ്ട് പറഞ്ഞിട്ട് സപ്പ് കുറേ തിന്ന്. ഇപ്പൊ എനിക്ക് തിന്നിട്ട് ഇപ്പൊ സീനായാന്ന് തോന്നിപ്പോ. എന്നാലും നമുക്ക് ആ ഫുഡ് അത്ര ഇഷ്ടപ്പെട്ടില്ല. എന്നാലും മസിൽ അങ്ങനെ തിന്ന് പൈച്ചോണ്ട് ഇല്ല. അത് നമ്മുടെ തലശ്ശേരിക്കാർ ഹോട്ടലാണ്. നമ്മൾ അങ്ങനെ ബൗ ഒന്നും തരുമല്ലോ. യാ ദിസ് ഇസ് മുംബൈ സിറ്റി ഗൈസ്. എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ അല്ലേ? ഇറ്റ്സ് ഫാന്റാസ്റ്റിക്. ഇതാണ് ആജേലി ദർഗ. എടുക്ക് പോയാലും ഒരു ഫോട്ടോഷൂട്ട് നടക്കലുണ്ടാവും. ഉപ്പാണ് ഞങ്ങളെ മോഡല്. ഉപ്പ് ഇതാ ഫുള്ള് ഇതാ മോഡലായിട്ട് നിന്നിട്ടുണ്ട്. സപ്പോ എങ്ങനെ എന്ത് പറയാനുണ്ട്? നിങ്ങൾക്ക് എന്ത് പറയാനല്ല? യാ സപ്പനിൽ ഫോൺ കൊടുത്തിട്ട് പോയി. ഇവിടെ നോക്കിയല്ലോ അവിടെ പുള്ളെല്ലാം ബോട്ടിങ് ആക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നതാ എന്തോ ആക്കിയോണ്ട് അവിടെ നല്ല മോഡലിൽ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ പുള്ളല്ലോ ഈ ചാവ് പുള്ളല്ലോ എന്തോ ആക്കുന്നുണ്ട്. മീൻ പിടിക്കുന്നതാന്ന് തോന്നുന്നു. ഇവിടുന്ന് ബോട്ടിൽ വെച്ച് കാണുന്നവരല്ല, നല്ല പാങ്ങുണ്ട് ഇവിടുന്ന് കാണാനല്ലോ. നൗഷ മോഡല് സിയാറത്തെല്ലാം ആക്കിയിട്ട് വന്ന് അതിൻ്റെ പള്ളീൻ്റെ ബാക്ക് സൈഡ് ഇതാണ് പള്ളി ദർഗാൻ്റെ. നല്ല നല്ല വ്യൂ, നല്ല ആംബിയൻസ്, എല്ലാവരും ഇരിക്കുന്ന പോലത്തെ ജാഗ തന്നെ ഇത്. എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാ മതക്കാരും വരുന്നുണ്ട് ഇവിടെ. എന്താ വെച്ചാൽ നല്ലൊരു വിശ്വാസപ്രകാരം നല്ലൊരു ബർക്കത്തും ഇതിൽ കിട്ടുന്ന ഒരു പ്രാർത്ഥിച്ചെങ്കിൽ പ്രാർത്ഥനയിൽ സ്വീകരിക്കുന്ന അങ്ങനെയെല്ലാം ഉണ്ട് ഒരു വിശ്വാസം. ഇത് പള്ളിയുടെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ഇതാണ് ഇവിടെയാണ് പള്ളീൻ്റെ എൻട്രൻസ് വരുന്നത്. ജുമ്മ ഉണ്ടാകുമെന്ന് തോന്നുന്നു പള്ളിയിൽ. ഞങ്ങൾ ഈ പള്ളിയിൽ ഇപ്പോൾ നേരം മണിയായിട്ട് ഫ്രൈഡേ ആയിട്ട് ജുമ്മേൻ്റെ സമയമല്ലേ ഇപ്പോൾ. ഞങ്ങൾ പാറയിടം പള്ളിക്ക് പോകും ഇപ്പോൾ ജുമ്മക്ക്. ഇവിടെ ഉള്ളു കൊടുക്കുന്ന സ്ഥലം ഇത്. ആൾക്കാരെല്ലാം ഉള്ളു കൊടുക്കുന്ന ഇവിടെ ഉള്ളു കൊടുക്കുന്ന സ്ഥലം. ഇത് നല്ല ആൾക്കാരെല്ലാം ഇരുന്നിട്ടുണ്ട്. ഒരു ബീച്ചിൻ്റെ വൈബ് എടുക്കുന്ന ആൾക്കാർ. ഇതാ നല്ല വ്യൂവും നല്ലൊരു സ്ഥലവും അടിപൊളിയുടെ അടിപൊളി സ്ഥലം. പള്ളീൻ്റെ ബാക്ക് സൈഡ് നല്ല സ്ഥലം.
അപ്പോൾ എന്ത് പറയാ നിങ്ങൾക്കുള്ളത്? നല്ല സ്ഥലമെല്ലാം എങ്ങനെയുണ്ട്? ഒരു പന്നി ഇരിക്കാൻ പറ്റിയ ഒരു സ്ഥലം, നല്ല വ്യൂ, നല്ല തണുപ്പും. ആ നല്ല തണുപ്പ്, എടുത്ത ടൈൽസ് ഒക്കെ ഭയങ്കര തണുപ്പ്. എന്തോ ചിലപ്പോൾ കടന്ന് മുകളിലുണ്ടോ ഒരു ഫീലിംഗ് വേറെ തന്നെ. ആൾക്കാരുണ്ട് ഇവിടെ, നല്ല കച്ചവടം നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ. ഇവിടുന്ന് ഞങ്ങൾ ദർഗാൻ്റെ അടുത്ത് സിയാറത്തെല്ലാം ആക്കിയിട്ട് ഇപ്പോൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടിട്ട് ഞങ്ങൾ പോകുന്നുണ്ട്. സപ്പിൻ്റെ ഒരു ഷൂ ഇടുന്നുണ്ട്. ഞങ്ങൾ പോകുന്നുണ്ട്. ഇപ്പോൾ കുറേ ആൾക്കാരുണ്ടവ. ഈ ഒരു സ്റ്റേഷനാണ് ഇവിടെ ഫോൺ വിളിച്ചിട്ടല്ലോ. മുംബൈ സെൻട്രലാണ് ഇത്. ദാദർ ടു സെൻട്രൽ, അത് സെൻട്രൽ റെയിൽവേ പോളോ. ഇത് സെൻട്രൽ എന്നല്ല, ഇത് വലിയൊരു മെയിൻ സ്റ്റേഷനാണ്. ഇവിടെ ചേഞ്ച് കഴിഞ്ഞു. ആ ഇവിടെ ആൾക്കാർ കാണുന്നു. ആൾക്കാർ ചാകയാണ്. മുംബൈത്തെ ചാകര ഇന്നാണ് കാണുന്നത്. നമുക്ക് നോക്കിയോ, നമ്മൾ 8 നമ്പർ. ഓക്കെ, ഫോൺ പേടിയാണ്. ഞാൻ മുറുക്ക പിടിച്ചിട്ടുണ്ട്. അത് പറ്റി വരണം. യാ മൊബൈൽ അതന്നെ ഞാൻ തന്നെ. ഓക്കെ, ആൾക്കാർ എവിടെ എന്ത് ചെയ്യുന്നുണ്ട്. ഗൈസ്, അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ യാത്ര പുനരാരംഭിച്ചിരിക്കുന്നു. ഇതൊരു 4ാമത്തെ ട്രെയിനാണ് ഞങ്ങൾ കയറുന്നത്. ചേഞ്ച് ആക്കിയിട്ട് തീർന്നയില്ല ട്രെയിൻ. ഇപ്പം ഞങ്ങൾ സ്റ്റോപ്പ് എത്തിയടാ. പള്ളിക്ക് വേണ്ടി തപ്പി CST വന്ന് CST പള്ളിക്ക് പോകാൻ പറഞ്ഞിട്ട് ഒരു ഇച്ഛനെ കണ്ട് ഇച്ഛനോട് പള്ളിയുടെ കെട്ട് 1 മണിക്കൊന്നുണ്ട്, 1.5 മണിക്കൊന്നുണ്ട്. അപ്പം ഞങ്ങൾ 1 മണിൻ്റെ ഇതാവും പോയിട്ട്. ബോംബെ ഹോട്ടലിൽ നൗഷബി നെയ്ച്ചോർ, എന്ത് ബിരിയാണി, ബീഫ് ബിരിയാണിയും ചോറും പായസോ എല്ലാം എടുക്കുന്നുണ്ട്. നല്ല ചോറ് വന്ന്, സാമ്പാർ, മീൻ കറി. സപ്പ് ബൈനെ ഞങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഗൈസ്. അങ്ങനെ ഇത് കോളേജിൻ്റെ ഏരിയ പോയി, നല്ല ചരിക്കൻ സ്കൂളിൻ്റെ ഏരിയ ആണ്. നല്ല രസമുള്ള ബിൽഡിങ്ങും നല്ല മജയുണ്ട്. CST വന്നാൽ എല്ലാ ബിൽഡിംഗ് എല്ലാം ഇങ്ങനെ ആയിട്ടുണ്ടോ നിങ്ങൾ കാണാൻ പോകുന്നത്? എന്തോ കോളേജാന്ന് തോന്നുന്നു. ഫുള്ളുണ്ട് ഇവിടെ. സപ്പുതോ ബെഞ്ച് കാണുമ്പോൾ കട ഫോട്ടോ എടുക്കും. എന്തെങ്കിലും അറിയുന്നില്ല, ഇങ്ങനത്തെ ലോക്കലായി ഞാൻ എന്താക്കുന്നത്. പിന്നെ ഏരിയയിൽ മോശം, നല്ല കോട്ട് തോട്ടിട്ട് വരുന്ന പുള്ളോടെ എല്ലാം ഉള്ളത്. ബിൽഡിങ്ങും നല്ല ബ്യൂട്ടിഫുൾ ബിൽഡിങ്ങും കാണാൻ നല്ലൊരു പോരാ. നമ്മുടെ സ്വന്തം മുല്ലാൻ്റെ പോരാണ് മറ്റേ കിങ് ഫിഷറിലില്ല നമ്മുടെ അവിടെ ബാംഗ്ലൂരുള്ള പെൻറ്റ് ഹൗസ്. അങ്ങനെയാണ് എൻ്റെ ഈ പെൻറ്റ് ഹൗസ്. ഇത് സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ. പിന്നെ നമുക്ക് BSc ഇല്ലേ, BSc ബോംബെ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. അങ്ങനെ എല്ലായിടത്തോളം ഔഷധ വീണ്ടും എൻ്റെ വീഡിയോ റീൽസ് ഓളി ഫുള്ള് റീൽ തന്നെയാണ്. നമ്മൾ പിന്നെ ബ്ലോഗേഴ്സൊക്കെ റീൽസിനൊന്നും പിരാന്തില്ല. ഫുള്ള് ബ്ലോഗ് എടുത്തിട്ട് നമുക്ക് നാട്ടുകാരെ കാണിക്കാം. അങ്ങനെ അത്രേ ഉള്ളൂ ലക്ഷ്യം. റീൽസിനൊന്നും മൈൻഡില്ല നമുക്ക് നമ്മുടെ സബ്സ്ക്രൈബേഴ്സൊക്കെ എല്ലാം കാണിച്ചു കൊടുക്കാം. മുംബൈയിൽ കാണാത്തവർക്ക് അത്രയേ ഉള്ളൂ മൈൻഡ് സെറ്റ്. സിറ്റിയാണ് നല്ല ബ്യൂട്ടിഫുൾ സിറ്റിയാണ്. എങ്ങനെ നോക്കിയാലോ ഒരു ക്ലീൻ, നല്ല ഫുള്ള് ക്ലീൻ ആയിട്ട് പാമ്പറാക്കും. അതൊരു തുപ്പിട്ടുണ്ടായിരുന്നു അത്ര തന്നെ. കണ്ടിരിക്കുന്നു ഞങ്ങൾ സപ്രോക്കിനെ തപ്പിക്കൊണ്ടായി. സപ്രോക്കിനെ കണ്ടേ, ഉപ്പിനെ കണ്ടേ. ഇതാ സപ്രോക്ക്, ദ ഗേറ്റ് വേ ഓഫ് ഇന്ത്യ. അല്ല, ഗേറ്റ് വേ ഓഫ് ഇന്ത്യയുടെ സപ്രോക്ക് ഇതാ കണ്ട. ഞമ്മ സ്റ്റേ ആക്കുന്ന ഹോട്ടലിടെയാണ് ഇന്ന്. മുംബൈ കണ്ടുമുട്ടിയിരിക്കുന്നു. അങ്ങനെ പല പല കഥകളുമായി ഞങ്ങൾ രാജാവ് സപ്പുറോക്ക് പലതും പറയുന്നുണ്ട്. പൊട്ടനായാലും അവര് പിന്നെ ഇതാണ് സപ്പുറോക്കിന്റെ ഇന്നത്തെ സ്റ്റേ ഹോട്ടൽ. Oh man, and 303 number, no number, yeah. And the gate of India ഇതാണ്. എവിടെ നമുക്ക് ഫോട്ടോ എടുക്കുന്ന അവിടെ, ഫോട്ടോ എടുക്കുന്ന പ്ലേസ് എവിടെ? അങ്ങനെ നല്ല ഇവിടെ നല്ല ആൾക്കാരുണ്ട്. വീക്കെൻഡ് ആയാണ്ടോ അല്ല നോർമലി ഇത്ര ആൾക്കാരുണ്ടാവും തോന്നുന്നു, എനിക്കറിയുന്നില്ല. ഏത് യൂട്യൂബർ 2.5 million സബ്സ്ക്രൈബേഴ്സ്.
സപ്പുറോ മതമണ്ഡലത്തിൽ ഫുള്ള് ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇവിടെ ആൾക്കാരല്ലേ ഹിന്ദിക്കാർക്കല്ലേ ഫുള്ള് മതമ്മമാർ കണ്ടില്ലെങ്കിൽ ഫോട്ടോ എടുക്കുന്നത്. എല്ലാവരും ഫോട്ടോ എടുക്കുന്നുണ്ട് ഭയങ്കരത്തിൽ. നമുക്ക് സപ്പുബായി കൈമാറുമ്പോ ഫോട്ടോ എടുക്കാൻ സപ്പുബായി ഒന്നിച്ച് ഫോട്ടോ എടുക്കാൻ 50 രൂപ 50 റുപ്പീസ്. എല്ലാവരും സപ്പുബായിൽ ഫോട്ടോ എടുക്കാം. എന്നാ ഇതാണ് ഷിപ്പ് യാർഡ് ബോട്ടിങ്ങിന്റെ. നൗഷ എവിടെ എന്ത് കഥ ഇതിനെ കുറിച്ചിട്ട് പറയാനുള്ള എന്ത് ആസ്തറ്റിക് സ്റ്റോറി എന്നല്ലേ പറയണ നൗഷ? പറയണ തപ്പു നൗഷ, നിനക്കിത് പറയാനല്ലേ? പോകുന്നുണ്ട് ഫുൾ കടലിന്റെ നടുത്ത്. नहीं वो तो सेंटर में जगह है ना का नेवी का आइलैंड वो नेवी का आइलैंड बोलते हैं. वो हमारा भैया हमारा इधर का पूरा बोट का देखता आदमी अच्छा आदमी है. നല്ല വ്യൂ ഉണ്ട് നോക്കിയല്ല. ആ കപ്പലിൽ പോകുന്ന മുകളിൽ തന്നെ പക്ഷി വരുന്നു ലൈവാ. അടിപൊളി വ്യൂ. ഫാന്റാസ്റ്റിക് വ്യൂ മാൻ. ഐ ലൈക്ക് ദിസ്. നല്ല പക്ഷിയും ഇതെല്ലായിട്ട്. നൗഷ എങ്ങനെയുണ്ട് നൗഷ ട്രിപ്പല്ലോ? വ്യൂ അങ്ങനെ അടിപൊളിയല്ലത്? മീത്തിരുന്ന അങ്ങനെ പക്ഷി വരുന്നാല് മീത്തൊക്കെ പോയി അങ്ങനെ മീത്തൊക്കെ പോകാൻ എക്സ്ട്രാ പൈസ കൊടുക്കണം. അതാണ് നമ്മളൊരു മൈൻഡ് സെറ്റ് നമ്മൾ വർക്ക് ആവുന്നത്. ഇത് ഡ്രൈവർ ചേട്ടന് നോക്കിയാൽ ഗ്യാരെടുത്ത് നോക്കിയാൽ ബെലിക്ക് നോക്കി ഏത് ബെലിക്കല്. ഓയ്യോ എടുക്കുന്നുണ്ട് ചേട്ടന് റിവേഴ്സ് എടുക്കുന്നുണ്ട്. കപ്പൽ ചേഞ്ച് ആകാൻ തോന്നുന്നു, ഏതോ ബോട്ട് ചേഞ്ച് ആകുന്ന തോന്നുന്നു. इधर लैंडिंग पार्किंग है. ओ मुस्तू मॉडल मुस्तू कैमरामैन. ऐसे छोड़ते हैं पक्षी आता है. तो पक्षी വരണമെങ്കിൽ പക്ഷി വരണമെങ്കിൽ അങ്ങനെ അറിയുന്നു. പക്ഷി വരണമെങ്കിൽ അങ്ങനെ അറിയണം. അപ്പോൾ പക്ഷി ഫുള്ള് വന്നതാ. അങ്ങനെ അറിയാൻ തുടങ്ങിയവർ പക്ഷി ഫുള്ള് വന്നതാ. ഓ ഫുള്ള് പക്ഷി വന്നതാ. പക്ഷി വന്ന് അങ്ങനെ ഇറങ്ങി പോക്ക്. അടിപൊളി 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 അടിപൊളി. ഓ ഇതിലുള്ള ലൈസിന്റെ പാക്കറ്റിലുണ്ട്. ഇത് സെല്ലൊക്കെ വെച്ചതല്ലേ, ഇങ്ങനെ അറിയാൻ വേണ്ടിട്ട് വെച്ചതാന്ന് തോന്നുന്നു. ये स्टीयरिंग है, यही स्टीयरिंग नहीं है. स्टीयरिंग ऊपर है, ऊपर में कंट्रोल करते हैं. वो इधर क्या ब्रेक. अच्छा अच्छा ये हमारा शिप का ड्राइवर. ഓ ഏം എടുക്കാം ലൈസ് കൊടുത്തി. ഞങ്ങൾ മുകളിലേക്ക് വന്ന് മുകളിലേക്ക് അഞ്ചിന്നാ ഏണ്ടാ ഇതുണ്ടാ എറിയറാ. നല്ല സപ്പു എന്ത് കളിക്കുന്നാടാ, എന്ത് കളിക്കുന്നാടാ? ഉപ്പു 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 പക്ഷിനെ പിടിച്ചിട്ട് കൊണ്ടേക്കുന്ന കറി വെച്ച് ഞങ്ങൾ കഷ്ടപ്പെട്ടിട്ട് മുകളിലേക്ക് വന്നു. ഓരോ തെളിച്ച് എന്ത് ഡിസ്കൗണ്ട് ഉണ്ടാക്കിച്ചാ എന്നാലും കുഴപ്പമില്ല. എന്താണ് ഹാപ്പി അല്ലേ? നല്ല വ്യൂ. വാവ് വണ്ടർഫുൾ. എന്താണ് ഉപ്പ് നിനക്ക് കുറിച്ച് എന്ത് പറയാനുള്ളത്? വൈബാണോ സപ്പ്? എന്താണ് പറയാനുള്ളത്? ഒന്നും പറയാനില്ലടാ, കാര്യമായ സ്പോട്ടാണ് ഇത്. കാര്യമായ സ്പോട്ട്. വെള്ളം ഇവിടെ നോക്കിയാൽ വെള്ളം, എവിടെ നോക്കിയാലും വെള്ളം. ഇവിടെ മാത്രമാണ് വെള്ളമില്ല. ഞങ്ങളെ ഫോളോ ആയിക്കൊണ്ട് ഫുള്ള് പക്ഷികളും. ഫുള്ള് പോട്ടല്ലേ മുംബൈ സിറ്റി മുള്ളു കാണുന്നില്ല. ഇപ്പൊ ചൂമാക്കിയെല്ലാം കാണിക്കുന്നുണ്ട്. അടിപൊളി. ഫുള്ള് പക്കി പക്കി വന്നിട്ട് ഫുള്ള് നോക്കിട്ട് ഇവരെല്ലാം കളിക്കുന്നുണ്ട് ഫുള്ളല്ലോ. വെള്ളം ഫോൺ എന്റെ ഫോൺ കൂടെ 1 ലക്ഷം രൂപ പോയി എന്റെ. നല്ല ബോട്ടിൽ വരുമ്പോൾ നമ്മുടെ താജ് ഹോട്ടലും ഗേറ്റ് ഓഫ് ഇന്ത്യ വ്യൂ. ഇരിക്കാൻ വേണ്ടിയിട്ട് ഒരു പള്ളി കയറി. നല്ലൊരു പള്ളിയാണിതോ, നല്ല കാണാനല്ലോ. മീനെല്ലാം ഉണ്ട് കുറേ ഹൗദിൽ. സപ്പോ മാഷാഅല്ലാ. അങ്ങനെ കൂടെ ഞങ്ങൾ മഗ്‌രിബ് നിസ്കരിച്ച്
അങ്ങനെ ഞങ്ങൾ പുറത്ത് ഇറങ്ങി നിസ്കരിച്ചാൽ പിന്നെ ഇനി മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നോക്കുന്നുണ്ട്. മാർക്കറ്റിനെ ഞങ്ങൾ റൂമിലേക്ക് പോകുന്ന വൈക്ക് തന്നെ കുറച്ച് മാർക്കറ്റ് ഉണ്ട്. ഞങ്ങൾ ജസ്റ്റ് അങ്ങനെ അതിന് നോക്കിയിട്ട് റൂമിലേക്ക് പോയിട്ട് ഒന്ന് റെഡി ആവുന്നിരിക്കുന്നു. എന്തെങ്കിലും കാലത്തേ വന്നിട്ട് കുറച്ച് ബെൻത്ത് ടയർഡായി. അങ്ങനെ ഞങ്ങൾ പോകുന്നുണ്ട്. സപ്പോ വേറെ പ്ലാൻ ഉണ്ടോ? പിന്നെ ക്രിസ്മസിൻ്റെ തൈ ഇപ്പോൾ ഫുള്ള് ക്രിസ്മസിനാണ്ടല്ലേ, ഫുള്ള് ക്രിസ്മസിൻ്റെതാണ് ഇപ്പോൾ ഉള്ളത്.